കൊച്ചിയിൽ 2 വിദ്യാർത്ഥികൾക്ക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. കളമശ്ശേരിയിലെ സെയിന്റ് പോൾ സ്കൂളിലെ 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾക്കാണ് പകർച്ചവ്യാധി പിടിപെട്ടത്. രോഗലക്ഷണങ്ങളോടെ ഇപ്പോൾ 3 കുട്ടികൾ ചികിത്സയിലുണ്ട്. ഉമേഷ് ഇപ്പോൾ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ഉമേഷ്, എപ്പോഴാണ് ഇവർക്ക് രോഗം സ്ഥിരീകരിച്ചത്? മറ്റു കുട്ടികളുടെ നിരീക്ഷണം ഇപ്പോൾ ശക്തമായിട്ടുണ്ടാകാം. ഇവരുടെ ആരോഗ്യസ്ഥിതിയൊക്കെയും എങ്ങനെയാണ്? ശനിയാഴ്ച മുതലാണ് വിദ്യാർത്ഥികൾക്ക് ചില രോഗലക്ഷണങ്ങൾ കണ്ടുവരുന്നത്. അതിനാൽ ആദ്യം രണ്ടുപേരെയാണ് പ്രവേശിപ്പിച്ചത്. പിന്നീട് 3 കുട്ടികൾക്ക് കൂടി രോഗലക്ഷണങ്ങൾ കാണുകയായിരുന്നു. ഇതിൽ ആദ്യം രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയ 2 പേർക്ക് ഈ മസ്തിഷ്ക ജ്വരം ഇന്നലെ രാത്രി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവർ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും പഠിക്കുന്ന 2 കുട്ടികൾക്കാണ് ഇപ്പോൾ ഈ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇവർക്ക് കടുത്ത തലവേദനയും പനിയും ഒക്കെ അനുഭവപ്പെട്ടതോടെയാണ് ഇവരെ ഇങ്ങനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിലേക്ക് ആരോഗ്യനില തൃപ്തികരമാണ്, ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം 3 പേർക്ക് കൂടി നിലവിൽ രോഗലക്ഷണങ്ങളുണ്ട്. ഇവരുടെ പരിശോധനകളും ഇന്ന് തന്നെ ലഭിക്കും എന്നാണ് കരുതുന്നത്. ഒരു വലിയ ജാഗ്രത ആരോഗ്യവകുപ്പ് പുലർത്തുന്നുണ്ട്. നിലവിൽ കളമശ്ശേരി നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ശരി. ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. കളമശ്ശേരി സെയിന്റ് പോൾ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് ഇപ്പോൾ 2 കുട്ടികൾക്ക് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 3 കുട്ടികൾ മസ്തിഷ്ക ജ്വര ലക്ഷണങ്ങളോടെ ഇപ്പോൾ ചികിത്സയിൽ തുടരുന്നു. എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമാണ്.